ഹായ് മക്കളെ, നമസ്കാരം. വീണ്ടും ഞാൻ വന്നിരിക്കുന്നു. അടിസ്ഥാന പാഠാവലിയിലെ ഒരു പാഠഭാഗത്തു നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഒരു 3 മിനിറ്റിനുള്ളിൽ സെറ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, തീർത്തേക്കണം. ആ ഒരു സെഷനാണ് ഇപ്പം നടക്കുന്നത്. നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം പത്രനീതി എന്നുള്ള പാഠഭാഗമാണ്. പത്രനീതി എന്ന പാഠഭാഗത്തു നിന്ന് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഇവിടെ പരിചയപ്പെടുന്നു. നോക്കാം. പത്രനീതി എന്ന ലേഖനത്തിൽ പത്രങ്ങൾക്ക് അനുകൂലവും പ്രതികൂലവുമായ പരാമർശങ്ങൾ ഏവ. പത്രനീതി എന്ന ലേഖനത്തിൽ പത്രങ്ങൾക്ക് അനുകൂലവും പ്രതികൂലവുമായ പരാമർശങ്ങൾ ഏവ എന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉത്തരം എഴുതണം നോക്കുക. അനുകൂലമായിട്ടുള്ളതാണ് ആദ്യം പറയുന്നത്. വാർത്ത അറിയുന്നതിനും നൽകുന്നതിനും പത്രം വേണം. പത്രം ലോകത്തെ നമ്മളിലേക്ക് എത്തിക്കുന്നു. പത്രത്തെ എതിർക്കാനും പത്രത്തെ ആശ്രയിക്കണം. ബയനറ്റിനേക്കാൾ മൂർച്ചയുണ്ട് പത്രത്തിന്. ജനാധിപത്യത്തെ താങ്ങി നിർത്തുന്ന ജനാധിപത്യത്തിലെ 4ാമത്തെ തൂണ് എന്ന് പത്രങ്ങൾ അറിയപ്പെടുന്നു. അനീതികൾക്കെതിരെ ശബ്ദമുയർത്തുന്ന പത്രങ്ങൾ ജനങ്ങളുടെ നാവായി മാറുന്നു. അപ്പോൾ പത്രത്തിനെ അനുകൂലിക്കുന്ന പത്രനീതി എന്ന പാഠഭാഗത്തിലെ പരാമർശം ഒന്നുകൂടി സെറ്റാക്കിക്കേ. വാർത്ത അറിയുന്നതിനും നൽകുന്നതിനും പത്രം വേണം. പത്രം ലോകത്തെ നമ്മളിലേക്ക് എത്തിക്കുന്നു. പത്രത്തെ എതിർക്കാനും പത്രത്തെ ആശ്രയിക്കണം. ബയണറ്റിനേക്കാൾ മൂർച്ചയുണ്ട് പത്രത്തിന്. ജനാധിപത്യത്തെ താങ്ങി നിർത്തുന്ന ജനാധിപത്യത്തിലെ 4ാമത്തെ തൂണ് എന്ന് പത്രങ്ങൾ അറിയപ്പെടുന്നു. അനീതികൾക്കെതിരെ ശബ്ദമുയർത്തുന്ന പത്രങ്ങൾ ജനങ്ങളുടെ നാവായി മാറുന്നു. ഓക്കെ, അപ്പോൾ അനുകൂല ഘടകങ്ങൾ സെറ്റാണല്ലോ. ദെൻ നെക്സ്റ്റ് പ്രതികൂലമായിട്ടുള്ളത്. പത്രങ്ങൾ വേണ്ടത്ര വിമർശിക്കപ്പെടുന്നില്ല. പത്രങ്ങൾ പൂർണ്ണമായും സത്യവും നീതിയും പുലർത്തുന്നില്ല. പത്രങ്ങൾ വായിക്കാൻ കൊള്ളാത്തവയാണ്. വഷളത്തരം കൊണ്ട് പ്രചാരം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു. പത്രക്കാർ തൊലിക്കട്ടി കൂടിയവരാണ്. അസത്യം സത്യമാണെന്ന വ്യാജേന നിരന്തരം പ്രചരിപ്പിക്കുന്നു. ജനങ്ങൾക്ക് അച്ചടിച്ചതിനോടെല്ലാം അവിശ്വാസം വരുന്ന വിധത്തിൽ പത്രങ്ങൾ അസത്യം പ്രചരിപ്പിക്കുന്നു. പത്രവായന പുകവലി പോലെ ദുശീലമായി മാറുന്നു. കാലം കഴിയുന്തോറും പത്രങ്ങൾ ധർമ്മത്തിൽ നിന്നും അകലുന്നു. ഒരു പത്രവും നല്ലതല്ല. പത്രവാർത്തകളിൽ നിന്നും സത്യം കണ്ടെത്താൻ വായനക്കാർ ഏറെ പാടുപെടണം. ഇതാണ് പത്രങ്ങൾക്ക് എതിരെയുള്ള പരാമർശമായിട്ട് പത്രനീതി എന്ന പാഠഭാഗത്തുള്ളത്. ഒന്നുകൂടി നോക്കിക്കേ. പത്രങ്ങൾ വേണ്ടത്ര വിമർശിക്കപ്പെടുന്നില്ല. പത്രങ്ങൾ പൂർണ്ണമായും സത്യവും നീതിയും പുലർത്തുന്നില്ല. പത്രങ്ങൾ വായിക്കാൻ കൊള്ളാത്തവയാണ്. വഷളത്തരം കൊണ്ട് പ്രചാരം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു. പത്രക്കാർ തൊലിക്കട്ടി കൂടിയവരാണ്. അസത്യം സത്യമാണെന്ന വ്യാജേന നിരന്തരം പ്രചരിപ്പിക്കുന്നു. ജനങ്ങൾക്ക് അച്ചടിച്ചതിനോടെല്ലാം അവിശ്വാസം വരുന്ന വിധത്തിൽ പത്രങ്ങൾ അസത്യം പ്രചരിപ്പിക്കുന്നു. പത്രവായന പുകവലി പോലെ ദുശീലമായി മാറുന്നു. കാലം കഴിയുന്തോറും പത്രങ്ങൾ ധർമ്മത്തിൽ നിന്നും അകലുന്നു. ഒരു പത്രവും നല്ലതല്ല. പത്രവാർത്തകളിൽ നിന്നും സത്യം കണ്ടെത്താൻ വായനക്കാർ ഏറെ പാടുപെടണം. ഓക്കെ മക്കളെ, സെറ്റാണല്ലോ. അപ്പോൾ അടുത്ത ചോദ്യവുമായിട്ട് അടുത്ത നിമിഷം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും. ഓക്കെ, താങ്ക് യു.